നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വീറ്റാടാ, നിനക്കിപ്പോ നല്ലൊരു ജോലി കിട്ടിയില്ലേ? എന്താ നോക്കുന്നേ? എല്ലാവർക്കും ഉണ്ടെന്നേ. അതെ, ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ നിങ്ങക്ക് കാശ് എവിടുന്നാ? കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നവരൊക്കെ വിഡ്ഢികളാ. സാധനങ്ങൾ കൊടുത്ത് കാശ് വാങ്ങുന്നവരൊക്കെ വ്യാപാരികളാ. ഒന്നും കൊടുക്കാതെ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങുന്നവനാണ് ഈ വക്കാലത്ത് വേലായുധം കുട്ടി. എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലല്ലേ? അത് തന്നെ. ലഡു, ജാംഗ്രി, അതിരസം, ജലേബി, മുറുക്ക്. വെരി ഗുഡ്. എല്ലാം ശുദ്ധമായ നെയ്യിലുണ്ടാക്കിയതല്ലേ? ശുദ്ധമായ അക്മാർ നെയ്യ് കൊണ്ടുണ്ടാക്കിയതാ. അതുകൊണ്ടല്ലേ കസ്റ്റമേഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കല്ല, അടുത്ത മാസേ വരുള്ളൂ. അടുത്ത മാസം? അതെ, ഇപ്പോഴല്ലേ എന്റെ മോൻ ജോലിക്ക് കയറുന്നത്. ഉടനെയൊന്നും അവര് ശമ്പളം തരില്ലല്ലോ. അടുത്ത മാസമല്ലേ കിട്ടുള്ളൂ. അതാ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ സ്വീറ്റ് വാങ്ങിക്കും, അടുത്ത മാസം ക്യാഷ് വാങ്ങിച്ചു. എന്താ പൈസ എന്നിട്ട് സാധനം വാങ്ങിച്ചോണ്ട് പോയാ മതി സാറേ. ഈ വക്കാലത്ത് വേലായുധം കുട്ടിയാണോ നീ റൂൾസ് പറയുന്നത്? ഏയ് മിസ്റ്റർ, എന്താ നിന്റെ കട റോഡിൽ നിന്ന് 3 അടി വിട്ടിട്ടല്ലോ? ദേ നോക്ക്, കോർപ്പറേഷന്റെ ലിമിറ്റ് ദേ ഇത്ര വരെ ഉള്ളൂ. കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഞാനൊന്ന് ഫോൺ ചെയ്താ കടപൂട്ടി സീല് വെക്കും. ഇപ്പൊ തന്നെ ഞാൻ വിളിക്കാൻ പോവാ. ആദ്യം ഞാൻ ഓഫീസർക്ക് കംപ്ലൈന്റ് കൊടുക്കട്ടെ, പിന്നെ ഞാൻ നിനക്ക് കാശ് തരാം. നിങ്ങൾ കാശും തരണ്ട, കംപ്ലൈന്റും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സ്വീറ്റ്സ് ഒക്കെ സാറ് തന്നെ വെറുതെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കോ സാറേ. എങ്ങനെയുണ്ട് എന്റെ സാമർത്ഥ്യം? ഈ വേലായുധം കുട്ടി വിചാരിച്ച ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാനും പറ്റും, ഉള്ള പ്രശ്നം ഇല്ലാതാക്കാനും പറ്റും. ഓഫ്, എല്ലാം എന്റെ തലവിധി. ഇന്നാ ശ്രുതി മോളെ, ഇതാ സ്വീറ്റ്സ് എടുത്തോ. ഹേയ് വേണ്ടച്ചാ, സ്വീറ്റ്സ് കഴിച്ചാൽ ത്രോട്ട് എഫക്റ്റ് ആവും. പിന്നെ എനിക്ക് പാടാനേ പറ്റില്ല. വലിയ പാട്ടുകാരിയല്ലേ. അമ്മ ഇത് കണ്ടില്ലേ ചേച്ചിന്റെ തലയിലിട്ട് കുത്തുന്നത്? അത് പോട്ടടാ, നിന്റെ ചേച്ചിയില്ലേ? അതെ, എല്ലാവർക്കും എന്റെ തലയല്ലേ കുത്താനുള്ളത്. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്ര എന്റെ മോന് നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടിയത്. എത്രയോ അമ്പലത്തിൽ കയറി ഇറങ്ങി ഞാൻ. അമ്മ നേരത്തെ ചെയ്തിട്ടൊന്നുമല്ല ചേട്ടന് ജോലി കിട്ടത്. ഞാൻ അമ്പലത്തിൽ പോയി മുട്ടയടിച്ചതുകൊണ്ടാണ് ചേട്ടനത് കിട്ടിയത്. ഈശ്വര, എന്റെ ഭർത്താവിനൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം. അതിനുവേണ്ടി എന്റെ ഇളയ മോനെ ഞാൻ മുട്ടയടിച്ചേക്കാവേ.